പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജില്ല. ഇവിടെ നീ ആൾക്കാർ കഷ്ടപ്പെട്ട് കോയമ്പത്തൂരേക്കും തൃശ്ശൂരത്തേക്കും ബന്ധുക്കളെയും കൊണ്ട് പോകുന്ന സമയത്ത് അവർ സഹതാപത്തോടെ നോക്കുന്ന ഒരു വെറും കെട്ടിടം മാത്രമാണ് ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. പേരിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റ് കോട്ടിനും ഈ സ്റ്റെപ്പിനും അതിനുള്ള വിലയാണ്, അതൊരു പവർ തന്നെയാണ്. അത് വെച്ചിട്ട് ഞങ്ങൾ നേടും. ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ യാതൊരു കൊടിയില്ലാതെ നിലവാരം ഡോക്ടറായിട്ട് ഇറങ്ങണ്ടേ? ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ മിനിമം ഒരു നിലവാരം വേണ്ടേ? അതില്ലാതെ ഇറങ്ങിയിട്ട് എന്ത് കാര്യം? കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഇവിടെ കയറിയത് അഡ്മിഷൻ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാട് നിന്ന് കേട്ടിട്ടാണ് കയറിയത്. പക്ഷെ അതിൽ നടക്കുന്ന ഒന്നുമല്ല. മെഡിക്കൽ കോളേജ് എന്നുള്ള പേരിനോടുള്ള നീതിയെങ്കിലും പുലർത്താം ആ കെട്ടിടങ്ങൾക്ക്. അവിടെ വെറുതെ കുറെ ബെഡ് കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ കുറെ കെട്ടിടം പണിതിട്ടോ OT എന്ന് പറഞ്ഞൊരു റൂം പണിതിട്ടോ ഒരു കാര്യമില്ല. അതിൽ പാലക്കാട് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ എടുത്ത് തെറ്റായി പോയെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഞങ്ങൾ കയറി അന്ന് സമരം ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന ഫസ്റ്റ് ഡേ ഞങ്ങൾ സ്വീകരിച്ച ഞങ്ങൾ എന്ത് വന്നാലും ഉടനെ ഉണ്ട് റെഫർ ചെയ്ത് വിടുക. അതെന്ത് പരിപാടിയാണ്? ഇവിടെ നാട്ടുകാർ റെഫറിന് വേണ്ടിയാണുള്ളത്. അത്യാവശ്യം സംഭവിച്ചു വരുമ്പോൾ തൃശ്ശൂരേക്ക് വിട്ടോ, കോയമ്പത്തൂരേക്ക് വിട്ടോ, അത് വേണ്ട ഇവിടെ. പിന്നെ എന്തിന് ഇത്രയും വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? 10 വർഷമായി കണ്ടിട്ടില്ലേ? എവിടെ നിന്നാലും കാണാം ആ ബിൽഡിങ്. പക്ഷെ അകത്തൊന്നും ഇല്ല. അതാരും അറിയുന്നില്ല. അറിഞ്ഞിട്ട് ഇനി മിണ്ടായിരിക്കുന്നതാണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് ഞാനൊരു രോഗിയുടെ അടുത്ത് പറഞ്ഞാൽ രോഗി എന്നെ തല്ലും. അതുപോലത്തെ ഒരു കാലമാണ് ഇപ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ഇതുപോലെ ഫുള്ളി എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരു വിദ്യാർത്ഥിനെ എങ്ങനെ വിശ്വസിച്ച് പുറത്തേക്ക് പറഞ്ഞേക്കും? ആ പേടി ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇന്ന് വിദ്യാർത്ഥികളായിട്ട് ക്ലാസ്സും കട്ട് ചെയ്ത് ഇന്നലെ തൊട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയത്. ഇനി